ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് മെയിൻ പ്രൊജക്റ്റുകളുടെ വിഡ്രോവലാണ്. ആദ്യത്തേത് ഗെയിമി വാർഡ്ബേർഡിൻ്റെ വാർഡ് ടോക്കൺ വിഡ്രോവലാണ്. രണ്ടാമത്തേത് നോട്ട് എഐൻ്റെ കോയിൻ വിഡ്രോവലാണ്. നോട്ട് എഐ ഇന്ന് ലിസ്റ്റ് ആയി കഴിഞ്ഞു. നമുക്ക് കറൻ്റ്ലി വാലറ്റുകളിലേക്ക് വിഡ്രോവൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. മുഴുവനായും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ വാർഡ്ബേർഡിലേക്ക് പോകാം. വാർഡ്ബേർഡിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ട്. വലിയൊരു ഡിസ്ട്രിബ്യൂഷനിലെ തെറ്റ് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 3 ടയേഴ്സായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ടയർ എന്ന് പറഞ്ഞാൽ 1K തൊട്ട് 50K വാട്ട് പോയിന്റ്സ് വരെയുള്ള ആൾക്കാരാണ് ടയർ 1 വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ടോക്കൺ അല്ല, നമുക്കിപ്പോൾ കൺവേർട്ടായിട്ട് വാട്ട് ടോക്കണാണ് കിട്ടിയത്. വാട്ട് പോയിന്റ്സ് WP എന്ന് പറയുന്ന പോയിന്റ്സ് ആയിരുന്നു നമ്മൾ ഫാം ചെയ്ത് അല്ലെങ്കിൽ മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ WP ഇപ്പോൾ കൺവേർട്ട് ആയിക്കൊണ്ട് WAT എന്ന് പറയുന്ന വാർഡ്ബേർഡിൻ്റെ വാട്ട് ടോക്കണായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടയർ 1 വരണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 1K വാട്ട് ടോക്കൺ, നിങ്ങൾക്ക് 1K മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അതൊരു കാര്യമാണ്. നിങ്ങൾ 1K തൊട്ട് 50K പോയിന്റ്സ് വരെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 688 വാട്ട് ടോക്കൺസ് ആണ്. അപ്പോൾ 1K ഉള്ളവർക്കും 50K ഉള്ളവർക്കും സെയിം റിവാർഡ് 688 വാട്ട് ടോക്കൺ എന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. ഇനി ടയർ 2 നോക്കുകയാണെങ്കിൽ അതിലും കോമഡിയാണ്. 51K തൊട്ട് 500K വാട്ട് പോയിന്റ്സ് വരെ ഉള്ളവർക്കാണ് ടയർ 2 കയറാൻ പറ്റുക. ഇതാണ് ഞാൻ കോമഡി എന്ന് പറഞ്ഞത്. 51,000 വാട്ട് പോയിന്റ്സ് ഉള്ള ആൾക്കും 5 ലക്ഷം വാട്ട് പോയിന്റ്സ് ഉള്ള ആൾക്കും ഒരേ റിവാർഡ് 30,000. ഇതെന്തൊരു കോമഡിയാണെന്ന് നോക്കുക. ഈ ഒരു കാര്യം നമുക്ക് മുൻപേ അറിയുമെങ്കിൽ നമുക്ക് എത്രയോ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാം. കാരണം ഒരു അക്കൗണ്ടിൽ 51,000 ആയി കഴിഞ്ഞാൽ അത് നിർത്തും, എന്നിട്ട് അടുത്ത അക്കൗണ്ട് എടുക്കും. അങ്ങനെ ഓരോ അക്കൗണ്ടിലും 51,000 വെച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം 10 അക്കൗണ്ട്സ് എടുക്കാം ഈ 5 ലക്ഷം വാട്ട് പോയിന്റ്സ് ആക്കാൻ. അപ്പോൾ നമുക്ക് 10 × 30,000 3 ലക്ഷം കിട്ടിയാനേ ആ ഒരു സ്ഥലത്താണ് നമുക്കിപ്പോൾ വെറും 30,000 കിട്ടുന്നത്. 501K വാട്ട് പോയിന്റ്സ് അല്ലെങ്കിൽ WP പോയിന്റ്സ് തൊട്ടാണ് ടയർ 3 തുടങ്ങുന്നത്. ആ ടയർ 3 കിട്ടുന്നത് 138K വാട്ട് ടോക്കൺസ് ആണ്. 138K എന്ന് പറഞ്ഞാൽ 1,38,000 വാട്ട് ടോക്കൺസ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ഞാൻ പറഞ്ഞത് ടയർ തുടങ്ങുന്ന സ്ഥലം മാത്രമാണ് 501K. അപ്പോൾ എത്ര വരെയാണ് ഈ ടയർ 3 ഉള്ളത്? ഇൻഫിനിറ്റി ടയറാണ് ഈ ഒരു ടയർ 3 എന്ന് പറഞ്ഞാൽ. തീരുന്നില്ല. നിങ്ങൾക്ക് 5 ലക്ഷത്തിന് മുകളിലേക്ക് എത്ര വാട്ട് പോയിന്റ്സ് ഉണ്ടെങ്കിലും അത് കൗണ്ട് ആവുന്നില്ല. അത് കൗണ്ട് ആവുന്നേ ഇല്ല. അത് ടയർ 3 തന്നെ നിൽക്കും. നിങ്ങൾക്ക് 138K മാത്രമേ കിട്ടൂ. ഇനി ലിസ്റ്റിംഗ് പ്രൈസ് മാത്രമാണ് അറിയാനുള്ളത്. അത് നമുക്ക് തീർച്ചയായിട്ടും വരുന്ന ഒരാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും. എല്ലാ അപ്ഡേറ്റ്സും ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക. ഇനി എങ്ങനെയാണ് ഇത് ക്ലെയിം ചെയ്യുക, കിട്ടിയ പോയിന്റ്സ് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടയറിന് ഇനി മാറാൻ പറ്റുമോ എന്നുള്ള സംശയം വേണ്ട. മാറാൻ പറ്റില്ല. ഇവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയ. എങ്ങനെയാണ് എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത്. ഇനി വരുന്ന പ്രൊജക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അക്കൗണ്ടിലേക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. എല്ലാ അക്കൗണ്ടും ഒരു 10 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് 10 എണ്ണം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഒരു എയർ ഡ്രോപ്പിന് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. എങ്ങനെ പോയാലും നമുക്ക് എയർ ഡ്രോപ്പ് തന്നേ പറ്റുള്ളൂ. പക്ഷേ ഒരു ഫോണിൽ ഒരിക്കലും ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ തരേണ്ട കാര്യത്തിൽ ഇവർ പറ്റിക്കേണ്ട ആവശ്യമില്ല. പറ്റിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇനി നമുക്ക് എങ്ങനെ ഈ കിട്ടിയ പോയിന്റ്സ് വിഡ്രോ അടിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ, ഗെയിമിൻ്റെ ബോട്ട് ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് വാർഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. അതിലേക്ക് പോവുക. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാനുള്ള 2 ഓപ്ഷൻസാണ് കിട്ടുക. ഒന്നെന്ന് പറഞ്ഞാൽ മൂൺ ക്ലബ്ബ് മെമ്പറും 2 എന്ന് പറഞ്ഞാൽ സോളോ ഫ്ലയേഴ്സും. ഈ മൂൺ ക്ലബ്ബ് മെമ്പറാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മൂൺ ക്ലബ്ബ് മെമ്പർ ആണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള പോയിന്റ്സ് എത്രയാണോ അതിൻ്റെ 50% മാത്രമേ നമുക്ക് ഈ ഒരു ലിസ്റ്റിങ്ങിൻ്റെ അന്ന്, ഈ ഒരു ടീച്ചിങ്ങിൻ്റെ അന്ന് വിഡ്രോയിൽ കിട്ടും. പക്ഷേ നമുക്ക് ഫുള്ളും വിഡ്രോയിൽ വേണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതാണ് സോളോ ഫ്ലയേഴ്സ്. അപ്പോൾ എന്താണ് ഈ മൂൺ ക്ലബ്ബ് മെമ്പർ എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞുതരാം. ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,38,000 ടോക്കണാണ് എനിക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ടയർ 3 വരുന്ന ആളാണ്. നിങ്ങൾ ഏത് ടയറിലാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വാട്ട് ടോക്കണാണ് കിട്ടുക. ആ കിട്ടിയ ടോക്കണിൻ്റെ പകുതി മാത്രം നമുക്ക് ഈ ഒരു TG ടോക്കൺ ജനറേഷൻ ഡേറ്റിൽ നമുക്ക് വിഡ്രോയിൽ അടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള പകുതി ഈ ഒരു ബോട്ടിനകത്ത് തന്നെ വെക്കുകയാണ്. ആ വെക്കുന്നതിന് റിവാർഡായിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മൾ വെക്കുന്ന എമൗണ്ട് 3 മാസം കൊണ്ട് 5.1x ആയിട്ട് നമുക്ക് കിട്ടും. എൻ്റെ ടോട്ടൽ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,38,000 വാട്ട് ടോക്കൺസ് ആണ്. ഞാനിപ്പോൾ അതിൻ്റെ 69,338 ടോക്കൺസ്, അതാണ് കറക്റ്റ് പകുതിയാക്കി വരിക. 69,338 ടോക്കൺസ് ഞാൻ ഈ ഒരു TGൻ്റെ ഡേറ്റിന് വിഡ്രോ അടിച്ചു, സെല്ലും ചെയ്തു. എന്നിട്ട് ഞാൻ ആ പ്രോഫിറ്റ് എടുത്തു. ബാക്കിയുള്ള 69,338 ഞാൻ ഈ ഒരു ബോട്ടിൽ തന്നെ വെക്കുകയാണ്. 50% എടുക്കുക, ബാക്കി 50% ഇവിടെ വെക്കുക. ആ വെക്കുന്ന 50% എന്താവും? 5.1x ആയിട്ട് നമുക്ക് 3 മാസത്തിന് ശേഷം വിഡ്രോ അടിക്കാൻ പറ്റും. എന്നാൽ അത് മാത്രമാണ് അഡ്വാൻറ്റേജ്? അല്ല. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രൈസ് പൂൾ ഇവൻറ്റ്സ് വരും. സ്പോൺസേഡ് എയർ ഡ്രോപ്പ്, ഗെയിമി എന്ന പ്രൊജക്റ്റിൽ വരുന്ന എല്ലാ ഫ്യൂച്ചർ എയർ ഡ്രോപ്സും നമുക്ക് അലോക്കേഷൻ കിട്ടും.
അതാണ് അടുത്ത അഡ്വാൻറ്റേജ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്ററി ബോക്സ് ആണ്. ഈ മിസ്റ്ററി ബോക്സിനകത്ത് ചിലപ്പോൾ വാട്ട് ടോക്കൺ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എയർ ഡ്രോപ്പ് റിവാർഡുകളായിരിക്കാം, അങ്ങനെ എന്ത് കാര്യം ഉണ്ടായേക്കാം. അപ്പോൾ ഈ 3 റിവാർഡ്സ് ആണ് ഈ മൂൺ ക്ലബ്ബ് മെമ്പറിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും മെച്ചം എന്നുള്ള കാര്യം, ഈ മൂൺ ക്ലബ്ബ് മെമ്പർ ആണെന്നുള്ള കാര്യം. ഇത് തന്നെയാണ് എല്ലാവർക്കും തോന്നേണ്ടത്. ഇത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്ന് തന്നെ. നമുക്ക് എല്ലാവർക്കും ഒരു ഓപ്ഷൻ മാത്രം, ഈ 100% വിഡ്രോ അടിക്കാമെന്നുള്ള ഓപ്ഷൻ മാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ആവുന്ന ദിവസം തന്നെ എല്ലാവരും സെല്ല് ചെയ്യും. 90% ആൾക്കാർ നിങ്ങളുടെ മുഴുവൻ ടോക്കൺസ് സെല്ല് ചെയ്യുക. മുഴുവൻ ടോക്കൺസ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ സെല്ലിംഗ് പ്രഷർ വരികയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ടോക്കണിൻ്റെ പ്രൈസ് വളരെ കുറയും, പൈസ വളരെ കുറയുകയും ചെയ്യും ഒരു വാട്ട് ടോക്കണിൻ്റെ. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് ഏത് ചൂസ് ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളോ പ്ലേയേഴ്സ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മുഴുവൻ ടോക്കൺസും എടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1.5x കൂടെ കിട്ടും. ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ഞാൻ എന്തായാലും ചൂസ് ചെയ്തത് മൂൺ ക്ലബ് മെമ്പറാണ്. ഓക്കെ, ഏതാണോ എന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലറ്റ് ചോദിക്കും. നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച വാലറ്റാണ് അവിടെ വരിക, ടോൺ വാലറ്റാണ്. ആ വാലറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിലേക്ക് എടുക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിലേക്ക് എടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് വിഡ്രോ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതും നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഈ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആക്കുന്നത്? നിങ്ങൾ ടെലഗ്രാം വാലറ്റിലേക്കോ ടോൺ കീപ്പറിലേക്കോ മൈ ടോണിലേക്കോ ഏത് ടോൺ വാലറ്റിലേക്ക് എടുത്താലും നിങ്ങൾക്ക് അവിടെ വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. ഓക്കെ, സ്വാപ്പ് ചെയ്യാനാണെങ്കിലും ഗ്യാസ് ഫീ വേണം, അല്ലാതെ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാനാണെങ്കിലും ഗ്യാസ് ഫീ വേണം. പലരും ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ ഈ ഒരു വാലറ്റിലേക്ക് വിഡ്രോ അടിച്ചിട്ട് അവിടെ നിന്ന് സ്വാപ്പ് ചെയ്താൽ പോരെ, അപ്പോൾ ഗ്യാസ് ഫീ വേണ്ടല്ലോ എന്നുള്ള കാര്യം. നിങ്ങൾ സ്വാപ്പ് ചെയ്യുമ്പോൾ അവിടെ സർവീസ് ചാർജ് എന്നൊരു ചാർജ് വരും, പുറമെ ഗ്യാസ് ഫീയും വരും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൈസിൽ ലിമിറ്റ് സെല്ലും അതുപോലെ തന്നെ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടും ഒക്കെ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് ആവശ്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും ഫീ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് വേണം കൊടുക്കാൻ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആദ്യമേ പറയുകയാണ്, ഇന്ത്യയിൽ അവൈലബിൾ അല്ല ബിറ്റ്ഗെറ്റ്, ഇന്ത്യയിൽ നിന്ന് ബാൻഡ് ആണ് എന്ന് വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഒന്നുമില്ല. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ യൂസേഴ്സിനെല്ലാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ താഴെ ലിങ്ക് കൊടുക്കാം. എന്തെങ്കിലും കാരണവശാൽ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, ലോഡ് ആവുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഒരു VPN ഇടാം. നോർമലി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി അഥവാ അങ്ങനത്തെ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഒരു VPN കണക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു VPN പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് എടുക്കുക. എന്നിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് KYC വെരിഫൈ ചെയ്യണം. തീർച്ചയായിട്ടും KYC ഉണ്ട്. ഏതെങ്കിലും ഒരു ID കാർഡ് മതി, പാൻ കാർഡോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആധാർ കാർഡോ വോട്ടർ ID യോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും മതി. ഏതെങ്കിലും കൊടുക്കുക, KYC വെരിഫൈ ചെയ്യുക. വലിയ പണിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇമെയിൽ ID ഫോൺ നമ്പർ എന്തെങ്കിലും കൊടുത്ത് സൈനപ്പ് ചെയ്താൽ മതി. ഇനി അഥവാ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച ഒരാളാണ്, ഓൾറെഡി വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു, ഇനി എങ്ങനെ ബിറ്റ്ഗെറ്റിലേക്ക് മാറ്റാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു വാർഡ്രോപ്പ് എന്ന് പറയുന്ന പേജിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കണക്റ്റഡ് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബിറ്റ്ഗെറ്റ്, ക്ലെയിം ടു വാലറ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിറ്റ്ഗെറ്റ് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബിറ്റ്ഗെറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം യെസ് ഐ ഹാവ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷനായിട്ട് 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ബിറ്റ്ഗെറ്റ് അക്കൗണ്ടിൻ്റെ UID അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അഡ്രസ്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിറ്റ്ഗെറ്റ് വാലറ്റ് അല്ല, ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ബിറ്റ്ഗെറ്റ് വാലറ്റ് ഒരിക്കലും കൊടുക്കരുത്, ഡെപ്പോസിറ്റ് സക്സസ് ആവില്ല. ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്, അതിന് KYC ഉണ്ട്. ഓക്കെ, ബിറ്റ്ഗെറ്റ് വാലറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും പ്ലേ സ്റ്റോറിൽ കിട്ടും, അത് ബാൻഡൊന്നും അല്ല, അതല്ല വേണ്ടത്. ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ് വേണ്ടത്, അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒന്നും കിട്ടില്ല, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിൻ്റെ UID യൂസർ IDയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അഡ്രസ്സുമാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. നിലവിൽ മെമ്മോയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മെമ്മോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കൊടുക്കണം. മെമ്മോയോ ടാഗോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നോക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 ഓപ്ഷൻസ് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെ എടുക്കാം? ആദ്യം ബിറ്റ്ഗെറ്റിൻ്റെ എക്സ്ചേഞ്ച് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ബിറ്റ്ഗെറ്റിൻ്റെ നിലവിലെ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അസറ്റ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും, താഴെ ഇതിലേക്ക് വരിക. അസറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് വരുന്നത് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ആണ്. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോയിനാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മളോട് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതാണ് ചെയ്യുന്നത്, വാട്ട്ബേർഡ് WAT എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, WAT. അപ്പോൾ വാട്ട് കോയിൻ കാണാൻ പറ്റും. ഈ വാട്ടർ അല്ല, മാറിപ്പോരുത്, വാട്ട്. ഓക്കെ, വാട്ട് കോയിൻ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി ടോൺ ആണ് വരിക. ഓട്ടോമാറ്റിക്കലി ടോൺ തന്നെയാണ് വരേണ്ടത്. ഓക്കെ, വേറെ നെറ്റ്വർക്ക് ഒന്നും അവൈലബിൾ അല്ല, ടോൺ തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡെപ്പോസിറ്റ് അഡ്രസ്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുക. കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും. കോപ്പി ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഫീൽഡ് കാണാം, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി വേണ്ടത് UID ആണ്, യൂസർ ID. ഇതെങ്ങനെ എടുക്കാം, വീണ്ടും ബിറ്റ്ഗെറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഡെപ്പോസിറ്റ് പേജെല്ലാം ക്ലോസ് ചെയ്യുക, നേരെ ബാക്കിലേക്ക് വരിക, ഹോം പേജിലേക്ക് പോവുക. ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മെനു ബട്ടൺ കാണാൻ പറ്റും, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ അത് ഓപ്പൺ ചെയ്യുക.
അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലൂടെ കാണാം, വെരിഫൈഡ് ആണെന്ന് കാണാം. വെരിഫൈഡ് ആക്കണം. ഓക്കെ, KYC കംപ്ലീറ്റ് ആക്കണം, അല്ലാതെ വെരിഫൈ ചെയ്യരുത്, നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, KYC വെരിഫൈഡ് അക്കൗണ്ട്സിലേക്ക് മാത്രമേ വിഡ്രോവൽ കിട്ടൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ 18 വയസ്സാവാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും 18 വയസ്സ് ആരെങ്കിലും ഗാർഡിയൻ്റെതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ആരുടെങ്കിലും അക്കൗണ്ട് യൂസ് ചെയ്യുക, ആരുടെങ്കിലും പേരിൽ അക്കൗണ്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് KYC വെരിഫൈ ചെയ്യുക, അവരുടെ മുഖം അവരുടെ ID കാർഡൊക്കെ വെച്ച് KYC വെരിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ഒരു കാര്യം ചെയ്യാവുള്ളൂ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊഫൈൽ കാണാം, പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ സെക്ഷനിൽ ആദ്യം തന്നെ നമുക്ക് കാണാം UID. ആ UID എന്ത് ചെയ്യുക, കോപ്പി ബട്ടൺ ഉണ്ട്, ആ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ കോപ്പി ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു നമ്മുടെ ടെലഗ്രാം മിനി ആപ്പിലേക്ക് വരിക, ബിറ്റ്ഗെറ്റ് UID എന്നുള്ള ക്ലിക്ക് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ട് കാര്യങ്ങളും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കാം എല്ലാം കറക്റ്റ് അല്ലേന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്ഗെറ്റ് UID കാണാം, ഡെപ്പോസിറ്റ് അഡ്രസ് കാണാം. ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം കൺഫേം കാണാം, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ സാധ്യത 22-ാം തീയതി എത്താനാണ്. അപ്പോൾ തീർച്ചയായിട്ടും 23-ാം തീയതി വരെ സമയമുണ്ട്. ലിസ്റ്റ് ആവുന്നതിന് മുൻപ് എന്തായാലും നിങ്ങളുടെ ഡെപ്പോസിറ്റ് അവിടെ എത്തും. കൃത്യമായിട്ടാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ UIDയും കൊടുത്തുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ടോക്കൺസ് അവിടെ എത്തും. 23-ാം തീയതി ലിസ്റ്റായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടോക്കൺസ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, നിങ്ങളുടെ ടോക്കൺസ് പോയി എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് അങ്ങനത്തെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യും. അപ്പോൾ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, 23-ാം തീയതി ലിസ്റ്റ് ആവുകയും നമ്മൾ എത്ര ടോക്കണാണ് വിഡ്രോ അടിച്ചത്, 50% ആണ്, 50% മുഴുവൻ ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവനും അത് കറക്റ്റായിട്ട് അറൈവ് ആവും. അതിനുശേഷം നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റിംഗ് ഡേറ്റിൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും ആ ഒരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുക. കൃത്യസമയത്ത് എത്തുന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്ത് വെക്കുക. ഇത് നമ്മൾ നോക്കുന്ന നോട്ടൈൻ്റെ വിഡ്രോവലാണ്. നോട്ടൈ ഓൾറെഡി ലിസ്റ്റ് ആയി കഴിഞ്ഞു. Gate.io, KuCoin, MEX ഈ 3 എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ആയി കഴിഞ്ഞു. ഇന്ന് തന്നെ സെല്ല് ചെയ്യാൻ പറ്റും. ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല, എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ടാപ്പ് ടു ക്ലെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഹോം പേജിൽ തന്നെ. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അലോക്കേഷൻ എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. യുവർ അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണോ അലോക്കേഷൻ കിട്ടിയത്, എത്ര ടോക്കണാണോ കിട്ടിയത്, ആ ടോക്കണിൻ്റെ 10% മാത്രമേ ഇവിടെ വിഡ്രോ അടിക്കാൻ പറ്റൂ. ഒരു കാര്യത്തിൽ നമുക്ക് നോട്ടൈനെ കുറ്റം പറയാൻ പറ്റില്ല. ഓൾറെഡി ഇവർ പറഞ്ഞ കാര്യമാണ്, വെസ്റ്റിംഗ് ഉണ്ടാവും, 36 മാസമായിരിക്കും വെസ്റ്റിംഗ് ഉണ്ടാവുക എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച്, ഈ വർഷം കണ്ടതിൽ വെച്ച് ഡോക്സും നോട്ട് കോയിനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹോണസ്റ്റ് യൂസേഴ്സിന് വില തന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ടൈ ആണ്. കൃത്യമായിട്ട് ആദ്യം പറഞ്ഞു ഞങ്ങൾ യൂസേഴ്സിന് കൊടുക്കാൻ പോകുന്നത് 20% ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവരുടെ ആദ്യം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10% മാത്രമാണ്. ഇന്ന് നമുക്ക് വേണമെങ്കിലും ക്ലെയിം ചെയ്യാം 10%. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം നോട്ടൈ ടോക്കൺ ഉണ്ടെങ്കിൽ അതിൻ്റെ 10% ആയ 10,000 ടോക്കൺസ് നിങ്ങൾക്ക് ഇന്ന് തന്നെ വിഡ്രോ ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വിഡ്രോയിൽ കിട്ടുക ഓരോ മാസവും ഗ്രാജുവലിയാണ്, പാർഷ്യലിയാണ് വിഡ്രോയിൽ കിട്ടുക. 36 മാസം കഴിയും നിങ്ങളുടെ മുഴുവൻ എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ. ഓരോ മാസവും കുറച്ച് അൺലോക്ക് ആവും. ആ അൺലോക്ക് ആവുന്നത് നമുക്ക് ക്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഗ്യാസ് ഫീ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 0.05 ടോൺ കോയിൻ ആണ്. 0.05 ടോൺ ആണ് നമുക്ക് ഓരോ വിഡ്രോയിലും ഗ്യാസ് ഫീ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ മാസം വിഡ്രോ അടിക്കുകയാണെങ്കിലും ഓരോ മാസം നിങ്ങൾ 0.05 ടോണ് ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. സ്വാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ടോക്കണാണ് സ്വാപ്പ് ചെയ്യേണ്ടത് ചോദിക്കും. ഈ സെൻഡ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, ടോൺ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആ റിസീവ് ആയ ടോക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ടോക്കണിൻ്റെ പേരെന്താണ്, നോട്ട് എ എന്നാണ്. നിങ്ങൾക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ നോട്ട് എ ഇവിടെ കാണാൻ പറ്റും. നോട്ട് എ സെലക്ട് ചെയ്യുക. ഓക്കെ, നോട്ട് എ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ബാലൻസ് എത്ര ഉണ്ട് കാണും. ആ ബാലൻസ് എത്ര എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം റിസീവ്, നമുക്ക് റിസീവ് ആവേണ്ടതാണ് USDT ആണ്. സെലക്ട് കൊടുക്കുക, USD സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ എത്ര എമൗണ്ട് ആണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്യുമ്പോൾ എത്ര USDT കിട്ടും എന്ന കാര്യം ഇവിടെ കാണും. ഓക്കെ, ഓരോ മാസം നിങ്ങളുടെ ക്ലെയിം പെർസെൻറ്റേജ് കൂടിക്കൊണ്ടേയിരിക്കും. 10% എന്നുള്ളത് 11% ആവും, 12% ആവും. അങ്ങനെ 36 മാസം കഴിയുമ്പോൾ മാത്രമാണ് 100% ആവുക എന്ന് മനസ്സിലാക്കുക. ഓൾറെഡി ഇവർ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മളോട് സത്യമായിട്ട് പറഞ്ഞതാണ്. ഒരിക്കലും നമ്മളോട് മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രൊജക്റ്റിനോട് ഒരിക്കലും എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റോ ഒരു ദേഷ്യമോ തോന്നിയിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടോക്കൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് പ്രൈസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇനിയും മേലേക്ക് പോകും, ഇനിയും പ്രൈസ് കയറും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇവരുടെ ടോക്കൺ ബേണിംഗ് ഒക്കെ അടുത്ത് തന്നെ സ്റ്റാർട്ട് ആവും. ടോക്കൺ ബേൺ ആകുമ്പോൾ സപ്ലൈ കുറയും, അപ്പോൾ പ്രൈസ് കൂടും. അപ്പോൾ ഒരിക്കലും കിട്ടിയാൽ ഇന്ന് തന്നെ സെല്ല് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കുറഞ്ഞ ടോക്കണേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഫ്യൂച്ചറിൽ നല്ല പ്രൈസ് വരും. പ്രൈസ് വരുമ്പോൾ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ അടുത്ത മാസമോ അടുത്ത ആഴ്ചയോ അല്ല എന്ന് മനസ്സിലാക്കുക. നല്ല ടൈം, ചിലപ്പോൾ ഇയേഴ്സ് തന്നെ എടുത്തേക്കാം, വർഷങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടുന്നത്. 36 മാസം എന്ന് പറയുമ്പോൾ തന്നെ എത്ര വർഷമായെന്ന് നോക്കുക. അപ്പോൾ ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഈ ടോക്കൺ നല്ല പ്രോഗ്രസ് വന്നിട്ടുണ്ടാവും, നല്ല ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടാവും, കുറേ ടോക്കൺസ് ബേൺ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നല്ലൊരു എയർ ഡ്രോപ്പ് നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ നോട്ടായി വളരെ നല്ലൊരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. വളരെ കുറഞ്ഞ യൂസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു അലോക്കേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്പേഴ്സ് വളരെ വലുതായിരിക്കില്ല, പക്ഷേ ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക, സെല്ല് ചെയ്യാതിരിക്കുക. ഓക്കെ.
അപ്പോൾ ഇത്രയുമാണ് ഈ 2 പ്രൊജക്റ്റുകളെ പറ്റി നമുക്ക് പറയാനുള്ളത്, വിഡ്രോവലിനെ പറ്റി പറയാനുള്ളത്. ഇനി വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ഈ വാർഡ്ബേർഡും നോട്ടയൊക്കെ ഫാം ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് ലഭിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.